ഗായ്സ്, അങ്ങനെ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു കുടിയിലുണ്ടായിരുന്നു. അപ്പം പിന്നെ നേരെ അവിടെ പോയത് അച്ഛനും ഇച്ചനോട് ഊഞ്ഞാലിരുന്നോ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നതാണ്. പക്ഷെ അവൻ ഇരിക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഫുഡിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. അതാണല്ലോ മെയിൻ. ഇതാ പായസമൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടുന്ന്. പിന്നെ അടുത്ത് ഉണ്ടായിരുന്നു ഏട്ടന്, വല്യമ്മ, അച്ഛൻ, നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അമ്മയൊന്നും ഉണ്ടായില്ല. പിന്നെ ഇതാ ഈ ഒരു വാഴക്കുല നോക്കി, എന്തോ ഒടിഞ്ഞതിൻ്റെ അകത്തുനിന്നൊരു വാഴക്കുല വന്നതാണത്. അതെന്താണ് അങ്ങനെയെന്ന് എനിക്ക് പറയാൻ പാടില്ല. പിന്നെ ഇച്ചുതാ എന്തൊക്കെയോ ഇങ്ങനെ കളിക്കുന്നുണ്ട്. പായസമൊക്കെ ഇതാ അവരിങ്ങനെ കോരി മാറ്റി വെക്കുന്നുണ്ട്. ബിരിയാണി പിന്നെ നേരത്തെ റെഡിയാണ്. തിന്നാനുള്ളൊരു ഇത് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അങ്ങനെ നമ്മൾ വേഗം ഇരുന്നിട്ടുണ്ട്. ഇതാ അച്ഛനന്ന് വിളമ്പിത്തിരുന്നുണ്ട്. അച്ഛനും ഏട്ടന്മാരും ഒക്കെ വിളമ്പാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നേരെ ബിരിയാണി കിട്ടി. ബിരിയാണി, പച്ചടിയും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി ബിരിയാണിയാണ്. ഒരു കോഴിക്കോടൻ ബിരിയാണി എന്നാണ് പറഞ്ഞിട്ടുണ്ടായത് കേട്ടോ. നമ്മളിവിടെ തന്നെയുള്ള ആൾക്കാരാണ് വെക്കുന്നത്. അടിപൊളി ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു പാൽപ്പായസം ഉണ്ടായിരുന്നു, അതും കൂടി കുടിച്ചു. നേരെ വീട്ടിലേക്ക് വന്നു. ഉച്ചതാ നല്ല ഉറക്കമായിട്ടുണ്ട്. അപ്പോഴേക്ക് സമയം 3 മണി. എനിക്കാണെങ്കിൽ ക്ലാസ്സിന് പോകാൻ വേണ്ടി പറ്റിയിട്ടുമില്ല. അങ്ങനെ മിസ്സിനെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിസ്സ് പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കാരണം ഇച്ചുവിനെ നോക്കാൻ ആരുമില്ല. അച്ഛനാണെങ്കിൽ കുടിയെല്ലാം പോയിട്ട് വന്നിട്ടുമില്ല. അവസാനം എന്താ അച്ഛൻ വരുന്ന സമയമാണ് 3 മണി. എനിക്കാണെങ്കിൽ CV റെഡിയാക്കാൻ പോകാനുണ്ട്. എൻ്റെ പിള്ളേരെല്ലാവരും അവിടെ വെയിറ്റിംഗ് ആണ്. ഫ്രണ്ട്സൊക്കെ കാത്തിക്കാണ്. അങ്ങനെ നേരെ ഏട്ടൻ എന്നെ പകുതി കൊണ്ടാക്കി അവിടുന്ന് ബസ്സൊക്കെ പിടിച്ച് നേരെ പോയി. ഇത് രേശുവും നസിയും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ CV ആക്കാൻ വേണ്ടി ഓരോ സ്ഥലത്ത് കയറി ഇറങ്ങി എല്ലായിടത്തും ബിസിയാണ്. ഒന്നും നടക്കുന്നില്ല. അവസാനം നമ്മൾ ഇൻഫ്രാസോഫ്റ്റിൽ എത്തിയിട്ട് അവിടെ നിന്ന് ആക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഒരു ആശ്വാസമായത്. അങ്ങനെ നേരെ നമ്മൾ അതൊക്കെ റെഡിയാക്കി നേരെ നസിക്ക് ആർക്കോ പൈസ എടുത്ത് കൊടുക്കണം. അവളുടെ ഏതോ ഒരു ബന്ധുവിന്. അങ്ങനെ പൈസയൊക്കെ എടുത്ത് കൊടുത്ത് അവൾ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ രണ്ടാളും ബസ്സിൽ കയറി നേരെ ഞാൻ പകുതിക്കിറങ്ങും, ദേശം നേരെ വീട്ടിലേക്ക്. അങ്ങനെ നേരെ വീട്ടിലെത്തി. ഇച്ചുവാണെങ്കിൽ എന്നെ കണ്ട സന്തോഷത്തിൽ ഓടി വന്നു. മുട്ടായൊക്കെ വാങ്ങാനുള്ള ധൃതിയാണ് കേട്ടോ. അങ്ങനെ മുട്ടായൊക്കെ കൊടുത്ത് നമ്മൾ സന്തോഷത്തോടെ അവിടെ ഇങ്ങനെ ഇരുന്നു.